സോംബി വൈറസ് ബാധിക്കാത്ത മനുഷ്യർ ഈ കൊച്ചു ദ്വീപിലാണ് വസിച്ചിരുന്നത്. രണ്ടാമത്തെ വൈറസ് വ്യാപനമുണ്ടായപ്പോൾ ഈ അച്ഛനും മകനും സോംബി വേട്ടയ്ക്കു വേണ്ടി പുറത്തേക്ക് പോകുന്നു. ദ്വീപിനെ പുറം ലോകവുമായി ഒരു കടൽ പാലത്തിലൂടെ ബന്ധിപ്പിച്ചിരുന്നു. കടൽവെള്ളം ഇറങ്ങുമ്പോൾ അതിലൂടെ അവർക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും. പുറം ലോകം ഇപ്പോൾ കൊടും വനമായി മാറിയിരിക്കുന്നു. ഒരു സോംബിയെ ചൂണ്ടിക്കാണിച്ച് അതിനു നേരെ അമ്പെയ്യാൻ അച്ഛൻ പറഞ്ഞു. പുഴുക്കളെയായിരുന്നു ആ സോംബി ഭക്ഷിച്ചിരുന്നത്. ഭയത്തോടെയാണെങ്കിലും അവൻ ആ സോംബിയെ കറക്റ്റായി ഉന്നം പിടിച്ച് വധിച്ചു കളഞ്ഞു. തുടർന്ന് അവർ വനത്തിലൂടെ നടന്നു നീങ്ങി. മുന്നിലായി കുറേ സോംബികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഇവരുടെ നേരെ അതിവേഗത്തിൽ ഓടാൻ തുടങ്ങി. അവരൊരു പഴയ വീട്ടിലേക്ക് ഓടിക്കയറി. കോണിപ്പടിയില്ലാത്ത മുകളിലെ നിലയിലേക്ക് അച്ഛനും മകനും ചാടിക്കയറി. സോംബികൾക്ക് അവരെ പിടിക്കാൻ കഴിയാതെ തലങ്ങും വിലങ്ങും ഓട്ടമായി. ഇരുട്ടു മൂടുന്നതുവരെ അവർക്കവിടെ കഴിയേണ്ടി വന്നു. ശക്തനായ ഒരു സോംബി അകലെ അവരെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. പതിയെ അവർ മയക്കത്തിലായി. പെട്ടെന്ന് കുറേ കാട്ടുപോത്തുകൾ ഓടാൻ തുടങ്ങി. അവയുടെ ഓട്ടത്തിൽ പഴയ വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴാനായി തുടങ്ങി. അച്ഛൻ മകനെ ഉണർത്തി. അവനെയും കൊണ്ട് പുറത്തേക്ക് ഓടി. കടൽപ്പാലം ജലത്താൽ മുഴുവൻ മുങ്ങിയിരുന്നില്ല. അവർ അതിലൂടെ ദ്വീപിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. ഇതൊക്കെ അകലെ നിന്നും നോക്കിക്കണ്ട സോംബി അവരുടെ അടുത്തേക്ക് ഓടിയെടുത്തു. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് പുറകിലേക്ക് നോക്കിയ അവർക്ക് അപകടം മനസ്സിലായി. സോംബിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ദ്വീപിലുള്ളവർ വെളിച്ചം തെളിയിക്കുകയും നിറയെ അമ്പുകൾ അയക്കുകയും ചെയ്തു. അതൊന്നും സോംബിയെ തടഞ്ഞില്ല. ഒടുവിൽ തീപ്പന്തം പോലുള്ള ഒരു അമ്പയച്ചതോടെ സോംബി നിലംപൊത്തി. അങ്ങനെ അച്ഛനും മകനും കവാടം കടന്ന് അകത്തേക്ക് കടന്നു. ഇനി ഒരിക്കലും പുറത്തേക്ക് പോകില്ലെന്ന് നിശ്ചയിച്ചു.